ഏകദേശം 70 വാട്ട്സോളം എടുത്തിരുന്ന ഫാൻ ഇപ്പോൾ 25 വാട്ട്സിലാണ് ഫുൾ സ്പീഡിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 25.6 വാട്ട്സാണ് സ്പീഡ് 3. അപ്പോൾ ഇനി നമുക്ക് സ്പീഡ് 2 ചെക്ക് ചെയ്യാം. സ്പീഡ് 2 വരുമ്പോൾ 15 വാട്ട്സാണ് സ്പീഡ് 2 എടുക്കുന്നത്. സ്പീഡ് 1 12.9 13 വാട്ട്സ്. ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ BLDC സീലിംഗ് ഫാനിൻ്റെ കൺവേർഷൻ കിറ്റുകൾ 2 മോഡൽ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ടുള്ള BLDCയിൽ ടേബിൾ ഫാൻ്റെയും വാൾ ഫാൻ്റെയും മോട്ടർ വന്നിട്ടുണ്ട്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. BLDCയിൽ ടേബിൾ ഫാനിൻ്റെ മോട്ടർ ഇതാണ്. ടേബിൾ ഫാനും സ്റ്റാൻഡ് ഫാനും വരുന്ന മോട്ടർ ഇങ്ങനെയായിരിക്കും ഇതുണ്ടാവുക. ഇതിൻ്റെ കൂടെ ഒരു 3 വയറുള്ളൊരു കണക്ടർ ഉണ്ടാവും. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു 3 റെസിസ്റ്ററാണ് ഉണ്ടാവുക. ഇത് 3ഉം ഓരോ സ്പീഡിന് യൂസ് ചെയ്യുന്നതാണ്. 220K റെസിസ്റ്ററാണ് സ്പീഡ് 1ൽ ഉപയോഗിക്കുന്നത്. സ്പീഡ് 2ൽ 75Kയും സ്പീഡ് 3ൽ 30K റെസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ഈ റെസിസ്റ്റർ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു കൂടെ വരുന്നത് പിന്നെ ഒരു SMPS ആണ് ഉണ്ടാവുക. 24 വോൾട്ടിൻ്റെ ഒരു SMPSൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ വാൾ ഫാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാൾ ഫാനിൻ്റെ മോട്ടർ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഈ ഒരു ക്ലാമ്പ് ഉണ്ടാവും. നമുക്ക് ഓസിലേഷൻ മോട്ടർ ഇതിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇങ്ങനെ ഒരു കണക്ടർ 3-4 വയറുള്ള കണക്ടർ ഉണ്ടാവും. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ പ്ലഗ് ചെയ്യാം. അതുപോലെ ഈ ഒരു ഓസിലേഷൻ മോട്ടർ നമുക്ക് ഇവിടെയാണ് പ്ലഗ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മോട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ RPM 1600 RPM ആണ് മാക്സിമം സ്പീഡിൽ വരുന്നത്. വാട്ട്സ് ഒരു 28-30 റേഞ്ചിലൊക്കെ വരും. അത് നമ്മുടെ ബ്ലേഡിൻ്റെ വെയിറ്റിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫാനാണ് നമ്മൾ BLDCയിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഗ്രില്ലും ബ്ലേഡും മോട്ടറൊക്കെ കംപ്ലീറ്റ് ഊരിയെടുത്തതിന് ശേഷം നമുക്കിതിൽ BLDC മോട്ടർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് പുതിയ BLDC മോട്ടോർ. ഇതിൻ്റെ ഡ്രൈവർ ബോർഡ് ഇതിനകത്താണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ ബോർഡ്. SMPS നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മോട്ടോർ ഇവിടെ ഫിക്സ് ചെയ്യാം.
ജസ്റ്റ് ഈ ഒരു വാഷർ ഇതിൻ്റെ പഴയ മോഡലിൻ്റെ വാഷറാണ്. ഈ ഒരു വാഷർ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഷർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഹൈറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വാഷർ ഉപയോഗിക്കേണ്ടി വരും. ഈ വാഷർ ഇട്ടത് ജസ്റ്റ് ഇനി സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം അയച്ചെടുത്തിട്ട് ഓൾറെഡി ലൂസാണ്, അപ്പോൾ നമ്മൾ സ്ക്രൂ ലൂസ് ആക്കുന്നത്. ഓക്കെ, അയച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വയറിൻ്റെ വലിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു വയറിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. ഇതാ പഴയ വയറ് വന്ന ആ റൂട്ടിൽ കൂടെ തന്നെ എടുത്താൽ മതി. കുറച്ചുകൂടെ ലൂസാക്കി ഇടാം. ഓക്കെ, അപ്പോൾ വയറ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു SMPS ഫിക്സ് ചെയ്യാം. SMPSൽ കണക്ഷൻ എങ്ങനെയാണ്? SMPSൽ വരുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്. ഇവിടെ റെഡ് ആൻഡ് ബ്ലാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റെഡാണ് ഇതിൻ്റെ പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവാണ്. ഇവിടെ AC ഇൻപുട്ടും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിലാണ് 220 വോൾട്ട് AC കൊടുക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ വോൾട്ടേജ് ഔട്ട്പുട്ട് 24 വോൾട്ട് വരുന്നത്. ഇപ്പോൾ വയർ ഇതിനുള്ളിലൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു SMPS അതിൽ ഫിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഒരു 3 റെസിസ്റ്റർ ഇതിനകത്ത് ഫിക്സ് ചെയ്യാണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ ഈ ഒരു ടൈമർ ഇത് ക്യാൻസൽ ചെയ്യാണ്ടാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു വയർ നമുക്ക് ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫേസ് ന്യൂട്രാണത്. ജസ്റ്റ് ടൈമർ കൂടെയാണ് ഫേസ് കയറി വരുന്നത്. അപ്പോൾ അത് നമ്മളത് ഇതിൽ ബോർഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് ഫേസ് ന്യൂട്രൺ വരുന്നത്. അതാദ്യം സോൾഡർ ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് വരുന്നത്. അവിടെ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ റെസിസ്റ്ററുകളാണ് സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്പീഡിൽ 220 കെയും രണ്ടാമത്തേത് 75 കെ, മൂന്നാമത്തേത് 30 കെ ആണ് വരുന്നത്. അപ്പോൾ ആദ്യം ഈ വയറുകൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി സ്പീഡ് 1ൽ 220 കെയുടെ റെസിസ്റ്റർ സോൾഡർ ചെയ്യാം.
രണ്ടാമത്തെ സ്പീഡിൽ 75 കെയുടെ റെസിസ്റ്ററാണ്. അപ്പോൾ രണ്ടാമത്തെ സ്പീഡിൽ 75 കെയുടെ റെസിസ്റ്റർ സോൾഡർ ചെയ്തു. ഇനി മൂന്നാമത്തത് 30 കെയുടെ റെസിസ്റ്ററാണ്. അപ്പോൾ 3 റെസിസ്റ്ററും സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഇതിൽ നമ്മൾ ഈ ഒരു ബ്ലൂ വയറാണ് അതിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ പോസിറ്റീവും നെഗറ്റീവും ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് വയർ ഇവിടെ കൊടുക്കണം. അതുപോലെ ഈ ഒരു ബ്ലൂ വയറാണ് നമുക്കിവിടെ ഈ ഒരു റെസിസ്റ്ററിൽ കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ നിന്നൊരു പോസിറ്റീവ് വയർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്വിച്ചിൽ ഇവിടേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇതിൽ സോൾഡർ ചെയ്യണം. കണക്ഷൻ മാറാണ്ട് കൊടുക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു പോസിറ്റീവ് എടുത്തിട്ട് ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ ഒരു ബ്ലൂ വയർ ഈ റെസിസ്റ്ററിൽ കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ബ്ലൂ വയർ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ലെങ്ത്ത് ആവശ്യാനുസരണം കട്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു ബോർഡ് ഇതിനകത്താണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള സ്പേസ് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരികയാണ്. നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് മാറാണ്ട് കൊടുക്കുക. പോസിറ്റീവിലാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ നിന്നൊരു പോസിറ്റീവ് എടുത്ത് സ്വിച്ചിൽ കണക്ട് ചെയ്തു. ഈ ബ്ലൂ വയറിലാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കണക്ഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. SMPS തൽക്കാലം ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രൂ ഇട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്കിത് ഓരോ സ്പീഡിലും എത്ര വാട്ട്സാണ് എടുക്കുന്നത് നോക്കാം. ഇപ്പോൾ സ്പീഡ് 3യിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പീഡ് 3യിൽ 25 വാട്ട്സാണ് എടുക്കുന്നത്. സ്പീഡ് 3യിലാണുള്ളത്. നമ്മൾ സ്പീഡ് 2 ചെക്ക് ചെയ്യാം. സ്പീഡ് 2ൽ 15.6 വാട്ട്സാണ്. സ്പീഡ് 1 ചെക്ക് ചെയ്യാം. സ്പീഡ് 1ൽ 12.9 13 വാട്ട്സാണ് എടുക്കുന്നത്. ഈ ഒരു ഫാനെ നമ്മളിപ്പോൾ BLDCയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇനി ഇതിൽ ചെയ്യാനുള്ളത് ഒരു ഹോൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഒരു ഹോൾ ഇടണം. കാരണം മോട്ടോർ ചെറുതായതുകൊണ്ട് ഹോൾ മാറ്റേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. SMBS ഇപ്പോൾ നമ്മളിതിനെ ഈ കേസിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ചില കേസുകളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ വാൾ ഫാനിൻ്റെ മോട്ടർ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഈ 2 മോട്ടറും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. 1480 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.